ഇതിഹാസ താരം ലിയോണൽ മെസ്സി നവംബർ 17 കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പന്ത് തട്ടുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. അർജന്റീനയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരത്തിനായി കലൂരിൽ ക്രമീകരണങ്ങൾ തയ്യാറാണ്. മെസ്സി ആലപ്പുഴ അടക്കമുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചേക്കുമെന്നും മന്ത്രി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കേരളത്തിന്റെ ഫുട്ബോൾ ആരവം ലോകമാകെ ശ്രദ്ധിച്ച മഞ്ഞക്കടലായി മാറിയ കലൂറിലെ ഗാലറി നവംബർ 17 നീലക്കടലാകും. അർജന്റീനയുടെ എതിരാളികൾ ഓസ്ട്രേലിയ തന്നെ. അർജന്റീൻ ടീമിനൊപ്പം മെസ്സിയും പന്ത് തട്ടാനെത്തുമെന്ന് ന്യൂസ് മലയാളം ഹലോ മലയാളത്തിൽ കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രഖ്യാപനം. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നവംബർ 16 അർജന്റീനൻ ടീമും നവംബർ 6 ഓസ്ട്രേലിയൻ ടീമും കേരളത്തിൽ എത്തിച്ചേരും. അതിനുശേഷമാണ് 17 ഈ മത്സരം നടക്കുന്നത്. കല്ലൂരിൽ മത്സരത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും തയ്യാറാണെന്നും ഫിഫ പറയുന്ന തരത്തിലുള്ള ഫീൽഡ് ഈ മാസം പകുതിയോടെ പൂർത്തിയാക്കാൻ കഴിയുമെന്നും മന്ത്രി. യുദ്ധകാല അടിസ്ഥാനത്തിൽ കലൂരിലെ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. നവംബർ 6 ഓസ്ട്രേലിയൻ ടീമും 16 ലിയോണൽ മെസ്സിയും സംഘവും കേരളത്തിലെത്തും. എല്ലാവർക്കും മെസ്സിയെ കാണാൻ അവസരമൊരുക്കുമെന്നും മന്ത്രിയുടെ ഉറപ്പ്. മെസ്സിയെ കാണുക എന്നുള്ളത് കേരളത്തിലെ സാധാരണക്കാരൻ്റെ ഒരു ആഗ്രഹമാണ്. അത് സാധ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് മെസ്സിയെ കാണണം. അതിനുള്ള സൗകര്യം സർക്കാർ ഒരുക്കും. അർജന്റീനയ്ക്കും ഓസ്ട്രേലിയക്കും കേരളത്തിന്റെ ഫുട്ബോൾ ചരിത്രത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കും. ആലപ്പുഴ അടക്കമുള്ള സ്ഥലങ്ങൾ മെസ്സി ഉൾപ്പെടെയുള്ള സംഘം സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു. നവംബറിൽ മെസ്സി കേരളത്തിലേക്ക് വരില്ലെന്ന പ്രചരണത്തെ കായികമന്ത്രി തള്ളി. മെസ്സി ഡിസംബറിൽ ഇന്ത്യയിലേക്ക് എത്തുന്നത് സ്വകാര്യ ചടങ്ങിനായാണെന്നും മന്ത്രി. ഡിസംബറിൽ അദ്ദേഹം വരുമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ട്രിപ്പാണ്. അത് രണ്ടാണ്. കലൂരിലെ മത്സരത്തെക്കുറിച്ച് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെ അറിയിച്ചിട്ടുണ്ട്. ഫാൻ മീറ്റിനായുള്ള സ്ഥലം കേരള പോലീസ് പരിശോധിക്കുകയാണ്. കേരളത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ പുതിയ സ്റ്റേഡിയം കോഴിക്കോട് സർവകലാശാല ഭൂമിയിൽ നിർമ്മിക്കാനാണ് തീരുമാനം. ഇതിനായി കിഫ്ബിയിൽ നിന്ന് 125 കോടി അനുവദിച്ചു കഴിഞ്ഞു. 320 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന സ്റ്റേഡിയത്തിൽ 50,000 പേരെ ഉൾപ്പെടുത്താൻ കഴിയുമെന്നും വി അബ്ദുറഹ്മാൻ കൂട്ടിച്ചേർത്തു. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.